വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. അഗ്രോഫോബിയ എന്നത് ഒരു വ്യക്തിക്ക് പൊതുസ്ഥലങ്ങളിലേക്കോ തിരക്കേറിയ ഇടങ്ങളിലേക്കോ പോകുമ്പോൾ അതിയായ ഭയമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ബസ്സിൽ യാത്ര ചെയ്യുക, ഷോപ്പിംഗ് മാളിൽ പോവുക, വലിയ ആൾക്കൂട്ടത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക, ഇവയൊക്കെ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നാം. ഇത് സാധാരണ ഭയമല്ല. പലപ്പോഴും ആളുകൾക്ക് തോന്നുന്നത് എനിക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ പാനിക്കായാൽ ആരും എന്നെ സഹായിക്കില്ല എന്നൊക്കെയുള്ള ചിന്തകളാണ്. അഗ്രോഫോബിയയുടെ ചില ലക്ഷണങ്ങൾ: തിരക്കേറിയ സ്ഥലങ്ങളിൽ പോകാൻ ഭയം, വീട്ടിൽ നിന്ന് അകലെ പോകാൻ ഭയം, ബസ്, ട്രെയിൻ, ഷോപ്പിംഗ് മാൾ, മാർക്കറ്റ് പോലെയുള്ള ഇടങ്ങൾ ഇവർ പതിവായി ഒഴിവാക്കുന്നു. ചിലപ്പോൾ നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടൽ, തലകറക്കം പോലുള്ള പാനിക് ലക്ഷണങ്ങൾ. ഇത് പലപ്പോഴും പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിരിക്കും. ഒരിക്കൽ ഒരു പാനിക് അനുഭവം ഉണ്ടായാൽ അത് വീണ്ടും വരുമോ എന്ന ഭയത്തിൽ ആളുകൾ പല സ്ഥലങ്ങളും ഒഴിവാക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിതം തന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകും. ശക്തമായ മാനസിക സംഘർഷം, ജനിതക ഘടകങ്ങൾ, മസ്തിഷ്കത്തിലെ അമിഗ്ഡല എന്ന ഭാഗത്തിൻ്റെ അമിത പ്രവർത്തനവും സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ഗാബ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ആണ് ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ. പക്ഷേ ഒരു പ്രധാന കാര്യം, അഗ്രോഫോബിയ ഒരു ചികിത്സിക്കാവുന്ന അവസ്ഥയാണ്. ചികിത്സയിൽ പ്രധാനമായും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ CBT, ആവശ്യമെങ്കിൽ മരുന്നുകൾ, ഭയം ഉള്ള സ്ഥലങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ഗ്രേഡഡ് എക്സ്പോഷർ, ഇവയൊക്കെ ഫലപ്രദമാണ്. കുടുംബാംഗങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട്. നിനക്ക് ഒന്നുമില്ല, ഇത് നിന്റെ മനസ്സിലെ കാര്യമാണ് എന്ന് പറയുന്നതിന് പകരം അവരെ മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണം. ഒരു വ്യക്തിക്ക് ഭയം കാരണം ജീവിതം പരിമിതമായി തോന്നുന്നു അല്ലെങ്കിൽ പരിമിതമാകുന്നുവെങ്കിൽ അത് വെറും സ്വഭാവ പ്രശ്നമല്ല, അതൊരു മാനസികാരോഗ്യ പ്രശ്നമായിരിക്കാം. അതിനാൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുക. ശരിയായ സഹായം ലഭിച്ചാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. താങ്ക് യു ഫോർ ലിസണിങ്.